കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടില്ലേ യേശുവിൻ്റെ മുൻപിൽ നിനക്കായി എന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും
മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടലേ. ആവേ മരിയ, 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 ആവേ മരിയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തോടുള്ള ജീവിതം കൃപയുടെ ഉന്നതിയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ മറ്റൊരു ക്രിസ്തുവായി നാം അറിയാതെ രൂപപ്പെടുക എന്നതാണ്. ഈ ലോകത്ത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച അനേകം വിശുദ്ധരെ നമുക്ക് കാണാൻ പറ്റും. ഈ നാളുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുക ജോൺ പോൾ രണ്ടാമനെ കുറിച്ചാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എല്ലാ പ്രഭാതത്തിലും ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഉണരുമ്പോൾ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഒത്തിരി പ്രസംഗങ്ങളിലൂടെ അല്ലാതെ തന്നെ കുഞ്ഞ് ജോൺ പോൾ രണ്ടാമന്റെ ഹൃദയത്തിലേക്ക് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം ആ പിതാവിന്റെ മാതൃക വഴി രൂപപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് അവസാന കാലഘട്ടങ്ങളിൽ, പിതാവിന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള കാലഘട്ടങ്ങളിൽ അപ്പനും മകനും ഒരേ ജപമാലയിൽ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജപമാല പ്രാർത്ഥിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, അലിയുടെ വെടിയേറ്റ് വീണ ജോൺ പോൾ രണ്ടാമനെ താങ്ങുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം ഈ ലോകം മുഴുവൻ ഇന്ന് അനേകർ കണ്ടു കഴിഞ്ഞു. അലിയെ ജയിലിൽ പോയി കണ്ടുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ പൂർണ്ണമായും ക്ഷമിച്ച് തൻ്റെ സഹോദരനായി സ്വീകരിക്കുന്നതും നാം വാർത്തകളിലൂടെ കടന്നുപോയി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജോൺ പോൾ രണ്ടാമൻ നിലയുറപ്പിച്ചപ്പോൾ ജോൺ പോൾ രണ്ടാമന്റെ ജീവിതത്തിലൂടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ദൈവം ചെയ്തത്, അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ജോൺ പോൾ രണ്ടാമനിലൂടെ നിറവേറിയത്. ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുവാനും മറ്റുള്ളവരെ മാറ്റുവാനും ലോകത്തിൽ ജോൺ പോൾ രണ്ടാമനെ പ്രാപ്തനാക്കിയത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതമാണ്. സഭയുടെ വസന്തമാണ് യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ യുവജനങ്ങളെ ആഗോള തലത്തിൽ സഭയുടെ നേതൃത്വത്തിൽ 1985 ഒന്നിച്ചു കൂട്ടുന്നത് ജോൺ പോൾ രണ്ടാമന്റെ തീരുമാനമാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടന്ന ജോൺ പോൾ രണ്ടാമനെ നാം ഓർക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമനെ കുറിച്ച് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: എന്റെ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് ജോൺ പോൾ രണ്ടാമനെ എന്ന്. ഈ ലോകത്ത് പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുവാൻ ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ജോൺ പോൾ രണ്ടാമനിലൂടെയാണ് ആ അനുഗ്രഹം നൽകിയത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള മറ്റൊരു ജീവിതത്തിന്റെ ഒരു വ്യക്തിത്വത്തെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് സാത്താന്റെ പുരോഹിതനായിരുന്ന ബെർത്തുലോ ലോങ്കോ എന്ന് പറയുന്ന അതിശക്തനായ ഒരു വിശുദ്ധനാണ്.
ഇറ്റലിയിലെ പോംബെ നഗരത്തിൽ നാം ചെന്നാൽ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഒരു കത്തീഡ്രൽ ദേവാലയം അവിടെയുണ്ട്. അത് പണിഞ്ഞത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്താന്റെ പുരോഹിതനായി വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്ത ബെർത്തുലോ ലോങ്കോ എന്ന് പറയുന്ന ഈ വിശുദ്ധനാണ് ഈ ദേവാലയത്തിന് തുടക്കക്കാരനായി മാറിയത്. ഇദ്ദേഹത്തിന്റെ ജീവിതം ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക. ഒരു നാളിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം സാത്താനെ ആരാധിക്കുന്നവരുടെ സംഘടനയിലേക്ക് ചെന്നു ചേരുകയാണ് ഉണ്ടായത്. വർഷങ്ങളോളം പിശാചിനെ ആരാധിക്കുന്ന പുരോഹിതര ഗണത്തിലേക്ക് അദ്ദേഹം അവിടെ ഉയർത്തപ്പെട്ടപ്പോഴും മനസ്സമാധാനം ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഇദ്ദേഹം അവിടം വിട്ട് ഇറങ്ങി ഓടിയ ഒരു ദിവസം ഇദ്ദേഹം എത്തിച്ചേരുക ഡൊമിനിക്കൻ വൈദികരുടെ ഒരു ദേവാലയത്തിലാണ്. അവിടെ ഇരുന്ന ഒരു പുരോഹിതന്റെ അടുക്കൽ മണിക്കൂറുകൾ നീണ്ട കുമ്പസാരം നടത്തിക്കൊണ്ട് ഇദ്ദേഹം ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപ് ആ വൈദികനോടൊരു വാക്ക് പറഞ്ഞു, പിതാവേ, ഞാൻ ഇനി എങ്ങനെയായിരിക്കുമെന്ന്, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ആ പുരോഹിതൻ അന്ന് വരെ ചൊല്ലി പ്രാർത്ഥിച്ച ജപമാലയെടുത്ത് ബെർത്തുലോ ലോങ്കയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് നീ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല, എന്നാൽ പരിശുദ്ധ അമ്മ നിന്നെ രക്ഷപ്പെടുത്തുമെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുദിനം സാത്താനെ ആരാധിക്കുന്നവരുടെ സംഘടനയിൽ അംഗമായിരുന്നപ്പോൾ ബെർത്തുലോ ലോങ്കോ അനുദിനം രഹസ്യമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയാൽ ആ കൂട്ടായ്മയിൽ നിന്ന്, ബ്ലാക്ക് മാസിന്റെ കൂട്ടായ്മയിൽ നിന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുമ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കാണിത്: സാത്താന്റെ പുരോഹിതൻ ജപമാലയുടെ ഭക്തൻ. സാത്താന്റെ പുരോഹിതൻ ജപമാലയുടെ ഭക്തൻ. പരിശുദ്ധ അമ്മയെ ഇന്നോളം പ്രകീർത്തിച്ച ഇതുപോലെ ശക്തനായ ഒരു വിശുദ്ധനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, ദിവ്യ രഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന പുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുക ഇപ്രകാരമാണ്: ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക്ക്, അലൻ, ഇവരെല്ലാം ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുമ്പോൾ വിശുദ്ധ അലൻ പിശാച് ബാധിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ പിശാചുക്കൾ വെളിപ്പെടുത്തിയ ഒരു വാക്കാണ്: യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുക പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമാണ്: നരകത്തിന്റെ വാതിൽക്കൽ നിന്ന് പോലും ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ കന്യകാമറിയം. നരകത്തിന്റെ വാതിൽക്കൽ നിന്ന് പോലും ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. പ്രിയരെ, ബെർത്തുലോ ലോങ്കയുടെ ജീവിതം നമുക്ക് ഈ വാക്യം പൂർണ്ണമായും ഉറപ്പ് നൽകുന്നതല്ലേ? നരകത്തിന്റെ വാതിൽക്കലായിരുന്ന പിശാചിന്റെ പുരോഹിതനായിരുന്ന ബെർത്തുലോ ലോങ്കോ ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധ നിരയിലേക്ക് ഉയർത്തപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ സഹായത്താലല്ലേ? പ്രിയപ്പെട്ടവരെ, അനുദിനം ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിയുകയില്ല എന്നതാണ് സത്യം. ഞാനും നിങ്ങളുമൊക്കെ ജപമാല പ്രാർത്ഥനയെ, പരിശുദ്ധ അമ്മയോട് കൂടെയുള്ള ജീവിതത്തെ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതം താറുമാറാവുക. ഒരു ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ, സ്വന്തം കുടുംബത്തിൽ അമ്മയിൽ നിന്ന് അകന്നു പോകുന്ന മക്കൾ പല അപകടങ്ങളിലും പെട്ട് നശിച്ചു പോകാറുണ്ട്. തെറ്റായ കൂട്ടുകെട്ടിലേക്ക്, തെറ്റായ ബോധ്യങ്ങളിലേക്ക്, അബദ്ധ സിദ്ധാന്തങ്ങളിലേക്ക്, കുടുംബത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമില്ലാതെ കുടുംബം തകർന്നു പോകുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിലുണ്ട്. ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിലെ സകല രഹസ്യങ്ങളും പൂർണ്ണമായി വിശ്വസിക്കുവാൻ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ കൂടെയുള്ള വാസമാണ് നമ്മളെയും അതിന് പ്രാപ്തയാക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മറുകരം പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ജീവിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ ജീവിതവും നിത്യതയിലെ ജീവിതവും സ്വസ്ഥമാകുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. പ്രിയപ്പെട്ടവരെ, സഭയിലെ അതിശക്തനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്കുണ്ടായ ഒരു വലിയ സ്വപ്നമുണ്ട്.
സഭ ഒരു വലിയ കപ്പലാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ ഈ കപ്പൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുകയും സഭയ്ക്ക് ചുറ്റും നിന്ന് കൊച്ചു കൊച്ചു വള്ളങ്ങളിൽ സഭയാകുന്ന ഈ കപ്പലിനെ ആക്രമിക്കുന്ന നിരവധി ആളുകളുടെ മധ്യേ ആടിയുലയുന്ന കപ്പല് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാർപ്പാപ്പ ആ കപ്പലിനെ നയിച്ചുകൊണ്ട്, സഭയാകുന്ന ഈ കപ്പലിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കടലിന്റെ മധ്യേ 2 തൂണുകൾ ഉയരുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ഒന്നാമത്തെ തൂണില് വിശുദ്ധ കുർബാനയും മറു തൂണില് പരിശുദ്ധ അമ്മയെയും കാണുമ്പോൾ ഈ 2 തൂണുകളുടെ മധ്യേ കൊണ്ട് ഈ കപ്പൽ ആങ്കർ ചെയ്യുമ്പോൾ, ഉറപ്പിക്കുമ്പോൾ കാറ്റ് ശമിക്കുന്നു, ശത്രുക്കൾ വിട്ടൊഴിയുന്നു, ആ യാത്ര സുരക്ഷിതമാകുന്നു. പ്രിയരെ, പരിശുദ്ധ അമ്മയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കാൽവരി കുരിശിന്റെ നെറുകയിലേക്ക് എന്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം, നമ്മുടെ കുടുംബം ഉറപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന്, ആ ജീവിതങ്ങൾക്ക് കോട്ടം വരികയില്ല എന്ന് നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, എണ്ണിയാൽ തീരാത്ത വിശുദ്ധരാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ പാദ്രേ പിയോ ഒരു ദിവസം 40ഓളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. സാത്താനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ പാദ്രേ പിയോയെ സഹായിച്ചിരുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ജപമാല എടുത്തുയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കഴുത്തിൽ അണിയുമ്പോൾ ആവരണവും കയ്യിലെടുക്കുമ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധവുമാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥന എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിന്റെ തിരുമുഖം ധ്യാനിക്കലാണെന്നും ജോൺ പോൾ രണ്ടാമന്റെ വാക്കുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലിരിക്കാൻ, ക്രിസ്തുവിന്റെ തിരുമുഖം ധ്യാനിക്കുവാൻ നമുക്കുള്ള വലിയ ഒരു ആഹ്വാനമാണ് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി, ജപമാല പ്രാർത്ഥന. ഈ ജപമാല പ്രാർത്ഥന നാം ചെല്ലുമ്പോഴൊക്കെ എന്താ സംഭവിക്കുക? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നാം എടുത്തു നോക്കിയാൽ ഗബ്രിയേൽ ദൈവദൂതന്റെ അഭിവാദനവും എലിസബത്തിന്റെ അഭിവാദനവും ചേരുകയല്ലേ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ? പരിശുദ്ധ മറിയത്തോട് ചേർന്നുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യേകത, അത് ഏറ്റവും സുരക്ഷിതമായിരിക്കും. 2, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും പരിശുദ്ധ മറിയത്തോടുള്ള ജീവിതം, ക്രൈസ്തവ ജീവിതം. കാരണം സ്വന്തം പുത്രൻ സഹനത്തിന്റെ പൂർണ്ണതയായ കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ പതറാതെ നിന്ന അമ്മയാണ് പരിശുദ്ധ മറിയം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കുരിശു മരണത്തോളം വലുതായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഇതിനു മീതെ ഉദ്ധാനത്തിന്റെ മഹത്വം ദർശിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കുരിശിൽ കിടന്നിട്ട് മരണം വരിച്ച യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ കിടത്തുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് വന്നത്, ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ വേണ്ടാത്തവരുടെ എണ്ണം മരിച്ചു കഴിയുമ്പോൾ അതിലേറെ എത്രയോ വലുതായിരിക്കും. ജീവനോടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച ക്രിസ്തുവിനെ തിരസ്കരിച്ചവരുടെ മധ്യേ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനാവാതെ മരണം വരിച്ച ശരീരം ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം, ഈ ശരീരം അവൻ പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് 3-ാം ദിവസം ഉദ്ധാനം ചെയ്തുകൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ ശക്തി നാം കാണുന്നത് കുരിശിന് ചുവട്ടിൽ ചേതനയറ്റ പുത്രന്റെ ശരീരം സ്വീകരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവനറ്റ അവസ്ഥയിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തുവിന്റെ കുരിശു മരണം പോലെ മരണകരമായ ഒരു അപകടത്തിലാണെങ്കിൽ ആ ചേതനയറ്റ ശരീരം പരിശുദ്ധ അമ്മ സ്വീകരിച്ചുവല്ലോ. നമ്മുടെ ചേതനയറ്റ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഉദ്ധാനത്തിന്റെ മഹത്വത്തോടെ ആ ജീവിതങ്ങൾ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം മറിയം മരണപ്പെട്ടവന്റെ അമ്മയല്ല, മരണത്തെ തോൽപ്പിച്ചവന്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. മരിച്ച് മൺമറഞ്ഞു പോയവന്റെ അമ്മയല്ല പരിശുദ്ധ മറിയം. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉദ്ധിതനായ ദൈവത്തിന്റെ മാതാവാണ് പരിശുദ്ധ മറിയം.
നിങ്ങളും ഞാനും നിങ്ങളുടെയും എന്റെയും കുടുംബം മരണകരമായ അവസ്ഥയിൽ, മരണപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ഉദ്ധാനത്തിന്റെ അവസ്ഥയിലേക്ക് മറിയം കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യും. കാനായിലെ വീട്ടിൽ പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ മരണകരമായ ഒരവസ്ഥയിലേക്ക് ആ വീട് കടന്നു പോവുകയാണ്. സന്തോഷങ്ങളെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. സങ്കടങ്ങൾ ഇതാ ഏറി വരാൻ പോവുകയാണ്. പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം ഉദ്ധാനത്തിന്റെ സന്തോഷം നൽകുന്ന പോലെ ആ വീടിനെ കരം പിടിച്ചുയർത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. കാരണം ഞാൻ അഷ്ടമുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പരിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയത്തിന്റെ മണ്ണിൽ പലപ്പോഴും കണ്ണുനീരോടെ ആ മാതൃ രൂപത്തിനു മുൻപിൽ നിലവിളിച്ച് എന്റെ സങ്കടങ്ങളുമായി ഞാൻ കടന്നു ചെന്നപ്പോഴെല്ലാം ആ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി സ്വന്തം ജീവിതത്തിൽ നിരവധി തവണ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ഇപ്രകാരമാണ് വിശ്വസിക്കുക: ഈ വിശുദ്ധന്മാരെയും ഇത്രയും വിശുദ്ധകളെയും പരിശുദ്ധ അമ്മ വളർത്തി വലുതാക്കി ക്രിസ്തുവിൻ്റെതാക്കി മാറ്റിയതെങ്കിൽ എന്റെ ജീവിതത്തിൽ എത്ര കുറവുകളുണ്ടെങ്കിലും എത്ര പോരായ്മകളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ എന്നെയും ക്രിസ്തുവിന് യോഗ്യനാക്കി മാറ്റുമെന്ന് 2007 ആദ്യമായി ഒരു ധ്യാനത്തിലൂടെ ദൈവാനുഭവത്തിലൂടെ കടന്നു വന്നിട്ട് പലപ്പോഴും കണ്ടുമുട്ടിയ ഒരു വലിയ അപകടം പിടിച്ച അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും വിശ്വാസത്തിൽ സംശയങ്ങൾ രൂപപ്പെടുന്നു, വിശ്വാസത്തിൽ പ്രതിസന്ധികൾ രൂപപ്പെടുന്നു, ശുശ്രൂഷ ചെയ്യുവാൻ തോന്നുമ്പോൾ മടുപ്പുണ്ടാകുന്നു. എന്നാൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ജീവിതമാണ് ഓരോ നിമിഷവും ബലമില്ലാതാകുന്ന എന്നെ ബലപ്പെടുത്തി കാൽവരി ബലിയിലേക്ക് ചേർത്ത് നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളുടെ വഴികളിലൂടെ എനിക്ക് ഈ ബലം നൽകിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ 30-40 വർഷത്തെ ജീവിതം കണ്ണുനീരും അതിലേറെ വേദനയിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ ഞാൻ എന്നും കണ്ടിരുന്നു ഈ ജപമാല. ആ അമ്മ അനുനിമിഷം രാവിലെയും രാത്രിയും മുടങ്ങാതെ വിളിച്ച് പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വലിയ കരുണ ചൊരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ എഴുതി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. പരിശുദ്ധ മറിയത്തിൽ നീ വിശ്വാസപൂർവം ചെന്ന് നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിന്റെ ജീവിതം ഒരിക്കലും നശിക്കുകയില്ല, നശിക്കുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കുകയില്ല. ആദിമ സഭയെ എടുത്തു നോക്കിക്കേ. ഭയന്ന് വിറച്ച് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ഭയന്ന് വിറച്ച് ഒരു മുറിക്കുള്ളിൽ അടഞ്ഞുകൂടി പോയ അപ്പോസ്തലന്മാരുടെ കൂടെ പരിശുദ്ധ അമ്മയിലായിരുന്നു. സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവോളം അവർക്ക് കൂട്ടായി അമ്മയുണ്ടായിരുന്നു. അവരെ ബലപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ദൈവത്തിന്റെ ദൂതന്റെ സ്വരം കേട്ട മാത്ര അന്ന് തുടങ്ങി പരിശുദ്ധ അമ്മ ഈ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളിയാവുവാൻ. പരിശുദ്ധ അമ്മ സ്വന്തം മനസ്സോടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കാളിയാകുവാൻ തുടങ്ങിയത് ഗബ്രിയേൽ ദൈവദൂതന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിലാണ്. അത് 2ാം വരവോളം അമ്മ തുടരുക തന്നെ ചെയ്യും. അമ്മ തന്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കും, പുത്രനായ യേശുവിൽ ചേർത്ത് വെക്കും. അവന്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതങ്ങളെ മാറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെക്കാം. പരിശുദ്ധ അമ്മയോട് പലപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കുകളാണ്. അവൾ കല്യാണം കഴിഞ്ഞു, കുറെ നാളുകളായി മക്കളില്ല. അപ്പോൾ ഈ പെൺകുട്ടി പരിശുദ്ധ അമ്മയോട് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: പരിശുദ്ധ അമ്മേ, അങ്ങൊരമ്മയാണല്ലോ, എന്നെ ഒരു അമ്മയാക്കണേ. പരിശുദ്ധ അമ്മേ, അങ്ങൊരമ്മയാണല്ലോ, എന്നെ ഒരു അമ്മയാക്കണേ. പ്രിയപ്പെട്ടവരെ, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രാർത്ഥന, ഉദരഫലം അനുഗ്രഹീതമെന്ന കർത്താവിന്റെ വചനം അവളിൽ പൂർത്തിയായി. ഏതൊരമ്മയാണ് സ്വന്തം മക്കളുടെ നാശം ആഗ്രഹിക്കുക? ഏതൊരമ്മയാണ് സ്വന്തം മക്കൾ നശിക്കുന്നത് കണ്ട് സന്തോഷിക്കുക? എന്നാൽ പരിശുദ്ധയായ അമ്മ നമ്മുടെ കണ്ണുനീരും വേദനകളും കണ്ടുകൊണ്ട് നമ്മെ സഹായിക്കാൻ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കും, ശരിയായ വഴികളിലൂടെ നമ്മെ നയിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ജീവിതം നമ്മുടെ അനുഗ്രഹത്തിന്റെ കാരണമായി തീരും.
പ്രിയപ്പെട്ടവരെ, കൊച്ചു ത്രേസ്യയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചു ത്രേസ്യ അമ്മ മരിച്ചതോടുകൂടി വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയി. വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയ കൊച്ചു ത്രേസ്യയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക. അവരുടെ വീട്ടിലുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിൽ നിന്ന് മാതാവ് കൊച്ചു ത്രേസ്യയെ നോക്കി പുഞ്ചിരിച്ചപ്പോഴാണ് ആ രോഗാവസ്ഥയിൽ നിന്ന് കൊച്ചു ത്രേസ്യ മടങ്ങി വരുന്നതും ആഗോള മിഷനറിമാരുടെ മധ്യസ്ഥ എന്ന നിലയിൽ സഭയിൽ ഉയർത്തപ്പെടുന്ന തരത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതം കൊച്ചു ത്രേസ്യയെ ഈശോയെ സ്നേഹിക്കുവാനും വിശുദ്ധരുടെ ഉന്നതിയിലേക്ക് എത്തുവാനും സഹായിച്ചത്. പരിശുദ്ധ അമ്മയോട് കൊച്ചു ത്രേസ്യ ഒരിക്കൽ പറയുകയാണ്, ഇപ്രകാരമാണ് പറയുക: പരിശുദ്ധ അമ്മേ, നിന്നേക്കാൾ ഭാഗ്യവതിയാണ് ഞാൻ. കാരണം എനിക്ക് നിന്നെപ്പോലൊരു അമ്മയുണ്ട്, നിനക്ക് എനിക്ക് ഉള്ളതുപോലെ ഒരമ്മയില്ലല്ലോ. ശരിയാണ്, മറിയമാണ് നമ്മുടെ അമ്മ. എങ്കിൽ മറിയത്തെക്കാൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് നമ്മളെല്ലാം. നമുക്ക് മറിയത്തെ പോലെ ഒരു അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് അരികിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് ചെന്ന അടുത്തൂടെ. ആ അമ്മ നമ്മെ തള്ളി മാറ്റുകയോ ആ അമ്മ നമ്മെ ദൂരേക്ക് അകറ്റിക്കളയുകയോ ചെയ്യുകയില്ല. നമ്മുടെ പ്രശ്നങ്ങളും വേദനകളും തൻ്റെ വിമല ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കും. ഒരു കാര്യം നമുക്ക് ഓർക്കാം, നമ്മൾ ഒരു കാഴ്ച സമർപ്പണം യേശുവിന് നടത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നടത്തുകയാണെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് എത്തപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം പാപ വഴികളുടെ യാതൊരു സ്വാധീനവുമില്ലാതെ, പാപത്തിന്റെ കണികകൾ സ്പർശിക്കാതെ യേശുവിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോടൊപ്പം നമുക്കായിരിക്കാം. അമ്മ നമ്മെ ക്രിസ്തുവിൽ ചേർത്ത് നിർത്തട്ടെ. ഇനിയുള്ള നാളുകളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളേവരും എവിടെയാണോ, എവിടെ ഇരുന്നു കൊണ്ടാണോ ഇത് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് എഴുതി വെക്കുന്ന ഒരു വാക്ക് നിങ്ങളോട് പറയുന്നു: നിങ്ങളുടെ ജീവിതം പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിക്കുക, നിങ്ങൾ സുരക്ഷിതരായി തീരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതം മുഴുവനെയും സമർപ്പിക്കുന്നു. കാറ്റും കോളും നിറഞ്ഞ പ്രതികൂലമായ ഈ ലോകത്ത് സുരക്ഷിതരായി ജീവിക്കുവാനും മുന്നേറുവാനും ഞങ്ങൾക്കുള്ള ആശ്രയമാണ് ഞങ്ങളുടെ അമ്മയെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയിൽ നിന്ന് അകന്നു പോകാതെ ഈശോയിൽ നിത്യവും ഞങ്ങളെ ചേർക്കണമേ. ഈശോയോട് കൂടെ ആയിരുന്നു കൊണ്ട് ഈശോയെ പ്രഘോഷിക്കുവാൻ ലോകത്തില് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെക്കുറിച്ച് ഈശോയോടും ഈശോയെക്കുറിച്ച് ഞങ്ങളോടും പറയുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും അമ്മ പിന്തിരിയരുതേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമത്തിൽ